വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇന്നൊരു ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഡിസ്കഷൻസ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് ചിന്തിക്കുന്നു. കാരണം 1 തീയതിയാണ് 1/10/2024. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ കുറെ ക്ലാസ്സിനെ പറ്റി അഡ്മിൻ ഒരു പോർഷനൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്ന് നമ്മൾ ചില ഡിസ്കഷൻസ് നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എന്നതുകൊണ്ടാണ്. ഈ ദിവസം നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്, കുറിച്ച് വെക്കാനുണ്ട്. നിങ്ങളൊക്കെ പല ക്ലാസ്സുകളിലും പല സ്ഥലത്തും പോയിട്ട് വന്നവരായിരിക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഇതിനെ മറ്റൊരു രീതിയിൽ കാണാൻ ഉദ്ദേശിക്കാണ് ഇവിടെ വെച്ച്. കാരണം ഇത്രയും ദിവസത്തെ നിങ്ങളുടെ യാത്രയിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ ചേർന്നുള്ള ഈ യാത്രയിൽ എന്ന് പറയുന്നത് നമ്മൾ ചേർന്നുള്ള യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്ത്, വിശ്വാസം ആണല്ലോ എല്ലാം അല്ലേ, ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ഇന്ന് ചെറിയൊരു ഡിഫറെന്റ് തിങ്സ് പ്ലാൻ ചെയ്യുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് കെട്ടുപാടുകളുണ്ട്. അതില്ലാത്തവരെ ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെ പറ്റി ആലോചിച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ വൈകുന്നേരം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ 13/10/2024 പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പരിപാടിയെ പറ്റിയിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വെറും അവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്ത് വരുന്ന ആള് മാത്രമാണ്. അപ്പോൾ ആ പരിപാടിയെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. എങ്ങനെ മുന്നോട്ട് പോകാം, ഈ ഹാപ്പിനെസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ആ കമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഭാവന എങ്ങനെയായിരിക്കണം എന്നതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. കാരണം ഈ യാത്രയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലെ ആരും നൽകാത്ത ഒരു പ്രത്യേകത എന്നത് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞതാണ്. ഇവിടെ ഒരാൾ എൻട്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരവർ തീരുമാനിച്ച് എക്സിറ്റ് ചെയ്യുന്നതല്ലാതെ കണ്ട് നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞു, ഇനി അടുത്ത സെഷൻസ്, അടുത്ത അപ്ഗ്രേഡേഷൻസ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇങ്ങനെ യാതൊരു പരിപാടിയും നമുക്കില്ല. ഒരു കോഴ്സിൽ നമ്മൾ എൻട്രി ചെയ്താൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പിന്നെ ആ കമ്മ്യൂണിറ്റിയിലുള്ള യാത്രയാണ്. അതിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നത് മുഴുവൻ ആർജിച്ചെടുക്കുക. ഒരു ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, ക്ഷേത്രത്തിൽ എങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണോ ആ ക്ഷേത്രത്തെ നമ്മൾ, ദേവാലയത്തെ നമ്മൾ, അല്ലെങ്കിൽ പള്ളിയെ നമ്മൾ കാണുന്നത്, അതുപോലെ പവിത്രമാക്കി നമുക്ക് ഈ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ടുപോവുകയും അതിൽ ലഭിക്കുന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് പരസ്പരം ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എനിക്കൊരിക്കലും ഒരാളും എല്ലാവരെയും സമഭാവനയിലൂടെ മാത്രം കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിൽക്കാൻ, അത് പണക്കാരനെന്നോ പാമരനെന്നോ ഉള്ള വ്യത്യാസം നമുക്കില്ല. പക്ഷെ എല്ലാ പാമരന്മാർക്കും ഒരു കാലം വരും, എല്ലാ പണക്കാർക്കും ഒരു കാലം വരും എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒന്നിച്ചു പോകാൻ യാത്ര ചെയ്യണം. ആർക്കാണോ എവിടെയാണോ നിറവുള്ളത്, അവിടെ നിന്നും എവിടെയാണോ കുറവുള്ളത് അതിലേക്ക് നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും തികഞ്ഞ് ഒരവസ്ഥ വരും എന്നത് മാത്രമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിനെ പവിത്രമായി കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇന്ന് നമുക്ക് ആദ്യമായി നമ്മൾ നടത്താൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് കൊച്ചി എന്ന് പറയുന്നത്. അതിനു മുമ്പേ ദുബായ് ആണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ദുബായെ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റിവെച്ചു. കാരണം കൊച്ചിയിൽ അത്രയും ആൾക്കാരെ നമ്മൾ ഉദ്ദേശിക്കുന്നു, അത്രയും കുറേ സന്മനസ്സുകൾ, കുറേ പവിത്രമായ സുമനസ്സുകൾ എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഒന്നിച്ച് കൂടിയിരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ പറ്റി അന്ന് ചർച്ച ചെയ്യും. അന്ന് അതുമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് അതിൻ്റെ പേര് നമ്മൾ വെച്ചിരിക്കുന്ന മണി മാനിഫെസ്റ്റേഷൻ ആണ്. വെൽത്തിനെ പറ്റി നമ്മളന്ന് ചർച്ച ചെയ്യും. രണ്ടാമത് ആരോഗ്യത്തെ പറ്റി നമ്മളന്ന് ചർച്ച ചെയ്യും. കാരണം ഈ 2 സാധനം ഇല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് സാധ്യമാവില്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യും. അവിടെ മെഡിറ്റേഷൻസും ലൈവ് മെഡിറ്റേഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ ആ ദിവസം അങ്ങ് ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വിജയദശമി നാളിൽ നമ്മുടെ പുതിയൊരു തുടക്കം കുറിക്കാനായിട്ട് നമ്മൾ തയ്യാറായി ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു. ഇനി ഒരു ഔദ്യോഗികമായി നിങ്ങളെ ആ പ്രോഗ്രാമിലേക്ക്
ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ പറയാം. ആ ക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് ഓരോ ആൾക്കും എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഔദ്യോഗികമായ എൻ്റെ ക്ഷണം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതിന് ഒരു വീഡിയോ ചെയ്തിറക്കണം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ എന്തോ അതിന് എന്തുകൊണ്ട് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും അതിൻ്റെതായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നതുകൊണ്ടാണ് സംഭവിക്കാൻ തോന്നുന്നു. എനിവേ, ഔദ്യോഗികമായി നിങ്ങൾ ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്ന ചില വാക്കുകൾ ഞാൻ പറയാം. എന്താണ് നമ്മൾ അന്ന് അവിടെ നടത്താൻ പോകുന്നത്, ആർക്കാണ് ഇത് ബെനിഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ കൃത്യമായി എൻ്റെ ക്ഷണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നതുള്ളതാണ്. സ്വാഗതം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച, സ്വപ്ന ജോലികൾ, സ്വപ്ന വീട്, സ്വപ്ന ബിസിനസ്, സ്വപ്ന ബന്ധങ്ങൾ, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും, നമ്മൾ ചിന്തിക്കുന്ന ഏത് കാര്യവും, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ ആ ഓരോ ലക്ഷ്യവും നേടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്കതിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ദിവസം ഫുൾ ഡേ ഞങ്ങളുടെ കൂടെ കൂടാം. മാജിക് മാനിഫെസ്റ്റേഷൻ, വെൽത്ത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ, എങ്ങനെ പേരിട്ട് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ്. അത് വിത്ത് ലോ ഓഫ് അട്രാക്ഷൻ, വിത്ത് ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 1 ഡേ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നമ്മൾ ഈ മാസം നടത്തുകയാണ്. ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു ഇൻട്രാക്ഷൻ സെക്ഷനാണ്. നിങ്ങളുടെ ഓരോ ആളുടെയും ജീവിതത്തിലേക്ക് നേരിട്ടിറങ്ങി വന്ന് അത് മനസ്സിലാക്കി അതിന് പൂർണ്ണമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കും ആ ദിവസം നമ്മൾ അവിടെ ചെലവഴിക്കുക. ഞാൻ എഴുതി തയ്യാറാക്കി ഒരു സ്ക്രിപ്റ്റുമായി വരുന്നില്ല. കാരണം ഓരോ ആളുടെയും നിങ്ങളുടെ വിഷയത്തിനുള്ള പരിഹാരമാണ് നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റ് സെഷനിൽ നമ്മൾ നിങ്ങളുടെ ഓരോ ആളുടെയും വിഷയങ്ങളെ ഞാൻ കേൾക്കും. ഇപ്പോൾ പലരും പല കാര്യങ്ങളും മണിക്കൂറുകൾ എടുത്ത് എന്നോട് സംസാരിക്കാറുണ്ട്. ആ വിഷയങ്ങൾ കേൾക്കും. എന്നിട്ട് അവിടെ നമുക്ക് ആകെ തുകയായിട്ടുള്ള ഒരു സെഷൻസ് നമ്മളത് നടത്തും. എന്നിട്ട് അവിടെ നമുക്ക് അതിന് വേണ്ട അഫർമേഷൻസ് പ്രിപ്പയർ ചെയ്യും, അതിന് വേണ്ട ഗ്രാറ്റിറ്റ്യൂഡുകൾ നൽകും, അതിന് വിശ്വാസപരമായ ചില എക്സസൈസുകൾ നമ്മൾ തീരുമാനിക്കും, മെഡിറ്റേഷൻ തീരുമാനിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ഒറ്റ പോക്കാണ് ലൈഫിൽ. ഇതാണ് പറയുന്നത്. അത് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം 3 ആഴ്ച റിപ്പീറ്റേഷൻ, 4 ആഴ്ച റിപ്പീറ്റേഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ ഈ പ്രോഗ്രാമിന് നടക്കാമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈഫ് ലോങ് ഇതിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇതേ പ്രോഗ്രാം കൊച്ചിയിൽ വെക്കുന്ന അതേ പ്രോഗ്രാം തന്നെ ഈ മാസം തന്നെ നമുക്ക് ദുബായിലും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒമാൻ, ഖത്തർ, ബഹ്റിൻ, UAE അങ്ങനെ എല്ലായിടത്തും ഉള്ളവർക്ക് ദുബായിലേക്ക് വരാം. അതിനുള്ള സൗകര്യവും താമസ സൗകര്യവും ഒക്കെ സംഘടിപ്പിക്കാം. കൊച്ചിയിലും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക്. എല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം അല്ലേ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നത് എങ്ങനെ എന്നതിനെ പറ്റി വിശദമായി നമ്മൾ സംസാരിക്കും. നമ്മുടെ കടബാധ്യതകളിൽ നിന്നും എങ്ങനെ വിടുതൽ നേടാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ സംസാരിക്കും. സ്വപ്ന ജോലിയിലേക്ക് എങ്ങനെ നടന്നെടുത്തണം, എങ്ങനെ അത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിൽ എത്തിക്കണമെന്ന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമ്മളിവിടെ എടുക്കും. ഇനി ഒരു സ്വപ്ന ഭവനം ഉണ്ടാക്കുന്നത് എങ്ങനെ, ഒരു സ്വപ്ന ഭവനത്തിന് വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നും വ്യക്തമായി നമ്മളവിടെ പറയും. ഒരു ബിസിനസ് സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ, ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി നമ്മൾ പ്ലാൻ ചെയ്തെടുക്കും. ഇനി പ്രൊഫഷണൽ രംഗത്ത് ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവരവരുടെ പ്രൊഫഷണൽ മേഖലയെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് നമ്മൾ അവിടെ വിശകലനം ചെയ്യും. വേറെ ഇതിനെല്ലാം അൾട്ടിമേറ്റായി ജീവിതത്തിൽ സമാധാനം എങ്ങനെ നിലനിർത്താൻ സാധിക്കും. ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്നു, സമാധാനം എങ്ങനെ നിലനിർത്താം, കണ്ടെത്താനൊന്നുമല്ല, നിലനിർത്താൻ എങ്ങനെ സാധിക്കും എന്ന് നമ്മളവിടെ ചർച്ച ചെയ്യുന്നു, നമ്മൾ അവിടെ എത്തുന്നു. ഇതിനുപയോഗിക്കുന്ന മെത്തേഡ്സുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജേർണി ടു ഹാപ്പിനെസ്സിൻ്റെ മെത്തേഡ്സുകൾ മുഴുവൻ നമ്മൾ ഉപയോഗിക്കും. ലോ ഓഫ് അട്രാക്ഷൻ മുഴുവൻ ഉപയോഗിക്കുന്നു. സജീവമാക്കുന്ന മെത്തേഡ്സുകൾ നമ്മൾ ഉപയോഗിക്കും. ജീവിതം ധനസമ്പന്നമാക്കാൻ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തണം, മനസ്സിനെ എങ്ങനെ ഏകാഗ്രമായി നിർത്തണം, മനസ്സിനെ എങ്ങനെ സ്വസ്ഥമാക്കി നിർത്തണം എന്ന് നമ്മൾ അവിടെ പഠിക്കും.
വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള കാര്യം മറക്കരുത്, നിങ്ങൾ കേൾക്കാൻ മറക്കരുത്. വളരെ ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ നമുക്കവിടെ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ എനിക്ക് മുൻകൂട്ടി പേരുകൾ നൽകിയാൽ മാത്രമാണ് നിങ്ങളുടെ പ്രൊഫൈലിനകത്തുകൂടി നിങ്ങളുടെ സംസാരത്തിനകത്തുകൂടി എനിക്ക് അടുത്ത കുറച്ച് ദിവസങ്ങൾ കടന്നു പോകാനും നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും ഇത് അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 30-ാം തീയതിക്കകത്ത് നിങ്ങൾ പേരുകൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞത്. പക്ഷേ അത് പലപ്പോഴും ഇന്ന് അതിനൊക്കെ 1-ാം തീയതി ആയി കഴിഞ്ഞിരിക്കുന്നു. നോ പ്രോബ്ലം, ഇന്ന് നിങ്ങൾക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം. പേയ്മെന്റ് ആണ് വിഷയമെങ്കിൽ അതിനും പരിഹാരമുണ്ട്. നമ്മൾ പഠിക്കുന്ന മാനിഫെസ്റ്റേഷൻ ആണ്, പിന്നെ പേയ്മെന്റിന് എവിടെയാണ് വിഷയം വരുന്നത്. അപ്പോൾ ഔദ്യോഗികമായി ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ ഏവരെയും ഞാൻ അതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം. എൻ്റെ പരിപാടി എന്നല്ല, നമ്മുടെ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം കറക്റ്റായിട്ട് പറയാം. രാവിലെ കൃത്യം 10 മണിക്ക് നമ്മൾ പ്രോഗ്രാം തുടങ്ങും. വൈകിട്ട് 5 മണിക്ക് വൈൻഡപ്പ് ചെയ്യും. അതിൻ്റെ ഇടയിൽ 2 ചായ, 1 ഡിന്നർ ഉണ്ടാവും. ഇതാണ് ഭക്ഷണക്രമം. ബാക്കിയൊക്കെ നമുക്ക് അവിടെയുള്ള പ്രോഗ്രാമാണ്. കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്നവർ മുൻകൂട്ടി പറയണം. കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എൻഗേജ്മെന്റ് ആയി ഒരു സ്ഥലം കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ അവർ കളിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യും. അത് ശ്രദ്ധിക്കണം. ഇത്രയും മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഡിസ്കഷന് വിട്ടുതരുന്നു. ഇനി പ്രോഗ്രാം എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, അവിടെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, എല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എനിക്ക് നിങ്ങളെല്ലാവരും വരണമെന്നൊറ്റ ആഗ്രഹമുള്ളൂ. പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കരുത്. എല്ലാവർക്കും വരാൻ പറ്റും. നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ബാക്കി പറ്റും. താങ്ക് യു വെരി മച്ച്. നൗ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ടോക്ക് ഓവർ ഇറ്റ് മേ ബി വിസ്പെഷ്യസ്. ഫാമിലിയുമായിട്ട് വരണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും കൂടുതൽ സന്തോഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കും. ഒന്നുകൂടി പറയാലത്, നിങ്ങളെല്ലാവരും ഫാമിലിയുമായിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയല്ല, നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കാരണം നിങ്ങളുടെ മാറ്റം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ മക്കളുമായിരിക്കും. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എന്താണ് ഇനി മുമ്പിലോട്ട് പോകുന്നത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടായാൽ, എനിക്കൊക്കെ ലഭിച്ചത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന ആദ്യമൊന്നും എൻ്റെ വൈഫിന് മനസ്സിലായില്ല. പിന്നെ അവർക്ക് പിടികിട്ടി ഈ മനുഷ്യൻ പോകുന്നത് ഇങ്ങോട്ടാന്ന് വെച്ചാൽ 100% സപ്പോർട്ടോട് കൂടി നിന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ മക്കളും അതുപോലെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോക്ക് അത് എന്താ പറയുക, അത്രയും സൂപ്പറായിരിക്കും. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടാവും. അത് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കണ്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്ലാൻ വെച്ചിരുന്നു. ഫാമിലി വരുമ്പോൾ ഡിസ്കൗണ്ട് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണർക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പൈസ അടക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അവരാണ് നിങ്ങളെ മാറ്റപ്പെടുത്താൻ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഒറ്റയ്ക്ക് വലിച്ചാൽ വലിയില്ല, കൂട്ടായി വലിച്ചാൽ എളുപ്പത്തിൽ വലിയും എന്നുള്ളത് കൊണ്ട് മാത്രം. ഓക്കെ, താങ്ക് യു. യെസ്, ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ടുഡേ വൺ ആയിട്ട് ആൾക്കാർ സംസാരിക്കുക. ഇന്നത്തെ ക്ലാസ് പ്രധാനമായി ഇതാണ്. കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അൺമ്യൂട്ട് ചെയ്തോളൂ, ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. നിങ്ങൾക്ക് ഓരോ ആൾക്ക് സംസാരിക്കണം, ഓരോ ആളും സംസാരിക്കണം. വരാൻ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ സംസാരിച്ചു. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. ഈ 5 മണി എന്നുള്ളത് 10 മണി എന്നുള്ളത് 9 മണിക്ക് തുടങ്ങിയിട്ട് 4 മണിയാകുമ്പോൾ അതിന്റെ ചെയ്താലോ സാറേ? ആരാ ഇത് പറയണേ? ഇത് സുധാകരൻ. അത് പ്രാക്ടിക്കൽ ആണ്. പക്ഷെ പല സ്ഥലത്തും ട്രെയിനിലൊക്കെ വരുന്നവര് എത്തി ഒന്ന് ഫ്രഷ് ആവാനുള്ള സമയം ഉണ്ടാവുമോ? 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾക്ക് ഇടുക്കി വരാനുള്ളതല്ലേ. നമുക്കത് ആലോചിക്കാം. 9 മണി വേണമെന്ന് പറഞ്ഞാൽ 9 മണി. നമുക്ക് എല്ലാവരും 9 മണിക്ക് എത്തണം. അങ്ങനെയാണോ? ഞാൻ റെഡിയാണ്. ഞാൻ തലേ ദിവസം അവിടെ ഉണ്ടാവും. അന്ന് രാത്രി യെസ്, നമുക്ക് നോക്കാം. 3-4 അവർ ട്രാവലിംഗ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. നമ്മളിവിടെ തിരൂർ ഭാഗത്താണ്. കേട്ടില്ല മാം. നമുക്ക് തിരൂറാണ്. അപ്പൊ ഇവിടെ 3.5 അങ്ങനെ അത്ര അവരുണ്ട് ട്രാവലിംഗ്. നമുക്ക് 10 o'clock തന്നെ പറ്റുണ്ടാവുള്ളൂ. ഞാനും എന്റെ ബോസും കൂടിയാ പറഞ്ഞത്. ആള് നമ്മള് ബിസിനസ് പറയണ സാറ്. അപ്പൊ സാറിനെയും കൂട്ടിയിട്ടാ ഞാൻ പറഞ്ഞത്.
സാർ എന്റെ റിലേറ്റീവ് കൂടിയാണ്. അപ്പൊ ഞാൻ ആളെ ഇൻവൈറ്റ് ചെയ്തതാ. ഫസ്റ്റ് ടൈമാണ് സാർ ഇങ്ങനൊരു മീറ്റിംഗ്, ഞാനും ഫസ്റ്റ് ടൈമാണ്. അപ്പൊ സാറിന്റെ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് ആൾക്ക്. അത് ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല, പക്ഷെ ആള് ഭയങ്കര ആൻസൈറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട്, എന്താ നടക്കാൻ പോകുന്നത് ആലോചിച്ചിട്ട്. ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ട് നമുക്ക് വേണ്ടിയിട്ടാണിത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണ്ടെത്തിയത്, സാറിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ആള് ബെറ്ററാണ്, വേറെ റെഡി ആയിട്ട് ഇരിക്കാം സൺഡേ നമ്മൾ എത്താൻ വേണ്ടി. ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? ശരി, ഇപ്പൊ ഞാൻ ഈ വണ്ടിയിലാ, ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തും, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. തിരൂരാണല്ലേ? ചെറുത്. അല്ല വരൂ, നിങ്ങൾ ഒരു മിനിറ്റ്, പേര് രജിസ്റ്റർ ചെയ്തോ? ഞാനാ ഫസ്റ്റ്, സെക്കൻഡ് പേഴ്സൺ ഞാനാ രജിസ്റ്റർ ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാറിന്റെ ബോസ് അറിയില്ല കേട്ടോ സാർ, ഈ ക്ലാസിനെ കുറിച്ചൊന്നും ആള് ഒത്തിരി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഈ ക്ലാസ് എന്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ഒത്തിരി ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന, ഒന്നും ഡെവലപ്പ് ചെയ്യാതിരിക്കാം. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞ കറക്റ്റ് ചോയ്സ് ആണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. സാറിന് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കണോ, സാർ അത് കേൾക്കണോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ, ഇതാണ് നമ്മുടെ പ്രൊസീജിയർ പറഞ്ഞു. ഗോൾഡ് മാനുഫാക്ചറിംഗ്. ഗോൾഡ് മാനുഫാക്ചറിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സാറിന് അറിയില്ല, സാറിന് എന്താണെന്നൊന്നും അറിയില്ല ഇത് കാര്യം, പക്ഷെ എനിക്കറിയാനുള്ളത് എന്താ നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് എന്താ ഇവിടുന്ന് കിട്ടാൻ പോണതെന്ന്. ഞാൻ സാറിന്റെ അടുത്ത് മീറ്റ് ചെയ്യുന്നത് എന്റെ ബിസിനസ് ആയിട്ടുള്ള, എന്റെ പേഴ്സണൽ ഇതായിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ കയറിയത്. യൂട്യൂബ് കണ്ടത് എന്റെ പേഴ്സണൽ കുറച്ച് സങ്കടങ്ങളായിട്ടാണ് കയറിയത്. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല എനിക്ക്, അതൊക്കെ ഞാൻ മറന്നുപോയി. ഇനി എനിക്ക് എന്റെ ബിസിനസ് ഉണ്ട്, എന്റെ പേഴ്സണൽ കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ഞാൻ ഫാസ്റ്റ് ഒക്കെ ഇട്ടു, എന്റെ ലൈഫിൽ ഇനി ഇല്ല, അങ്ങനെ ഇല്ല. വെരി ഗുഡ്. ഞാൻ സാറിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ 4-5 days ഓൺലി ആയുള്ളൂ. എനിക്ക് ടൈം ഉണ്ടാവാറില്ല, നൈറ്റിൽ മാത്രം കുറച്ച് സമയം കിട്ടും, അതിന് സാറിന്റെ ക്ലാസ് കാണും. ഓഫീസിന് ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ ബ്ലൂടൂത്ത് വെച്ചിട്ട് ജസ്റ്റ് മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ബോസ് ശരിക്കും ഭയങ്കര എന്താണെന്ന് അറിയില്ല ആൾക്ക്. എന്റെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുപോകണ ചോദിച്ചു, ഞാൻ പറഞ്ഞ സർപ്രൈസ് ആണ്. എന്റെ നെയിം ഞാൻ ഇന്നാ പറഞ്ഞു കൊടുത്ത ആൾക്ക്. നമുക്ക് നേരിട്ട് കാണാം, അന്ന് ഓർപ്പിക്കണേ. പരിചയപ്പെടണേ. രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഞാന് ഇവിടെ ചാറ്റില് ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറണം. എന്നാൽ നിങ്ങളെ ബന്ധപ്പെടാനും ഇത് ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പൊ തന്നെ ഒരു 10 കുറെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അതിൽ ക്ലിക്ക് ചെയ്ത് കയറിക്കോളും. കാരണം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഏത് ഭാഗത്തു നിന്ന് ഒന്നിച്ച് വരുന്ന ആൾക്കാരെ ഒന്നിച്ച് വരാം. ഇപ്പൊ തിരുവനന്തപുരത്ത് വരുന്ന ആൾക്ക് ഒന്നിച്ച് വരാം, കൊല്ലത്ത് നിന്ന് വരുന്നവർക്ക് ഒന്നിച്ച് വരാം. ഇത് നമുക്ക് ഒന്നിച്ച് പ്ലാൻ ചെയ്യാനുള്ള ടീം നമുക്കുണ്ട്. അപ്പൊ അവർ നിങ്ങൾ ഓരോ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് വരുന്ന, കാരണം നിങ്ങൾ വണ്ടിയൊക്കെ പോയി ടാക്സിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒന്നിച്ച് അലൈൻ ചെയ്യാമല്ലോ. അതിനൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുക വരുന്നുള്ളത്. ഫീസിനെ പറ്റി ചോദിച്ചു. ഫീസിനെ പറ്റി നിങ്ങൾ ഇപ്പോൾ ഫീസിന്റെ കൃത്യമായ സ്ട്രക്ചർ പറയണമെങ്കിൽ നമ്മൾ എത്ര പേരുണ്ട് എന്ന് മനസ്സിലാക്കണം. ഹോട്ടലിന്റെ വലിപ്പം അതിനനുസരിച്ച് നമ്മൾ എടുക്കണം. കാരണം ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് ഫീസ് കുറയും. അപ്പൊ ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത എമൗണ്ട് 5,000 ആണ്. 5,000 തന്നവർക്ക് ഇനി അതിനേക്കാൾ കുറയണമെങ്കിൽ നമ്മൾ ആൾക്കാർ കൂടിയാൽ ഓട്ടോമാറ്റിക് ഫീസ് കുറയും. അത് കുറക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടീഷൻ. അപ്പൊ ആൾക്കാർ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഫുൾ എമൗണ്ട് അടക്കണം എന്നില്ല. ആൾക്കാർ 2,000 3,000 5,000 എത്ര അടച്ചാലും കുഴപ്പമില്ല. ഇനി 4,000 ആണ് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നതെങ്കിൽ 1,000 നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തിരിച്ചു വരും. അതിന് വിഷയമൊന്നുമില്ല. അത് അങ്ങനെയാണ് നമ്മൾ സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ എമൗണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 5,000 ആണ്. ഇപ്പൊ നമുക്ക് 200 ആളില്ലാതെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് കുറയുമെന്ന് ഹോട്ടലുകാരും പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്കാണ്. ടൈം എന്തായാലും നമുക്ക് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് 10 മണിക്ക് എത്തരുത്. എത്തി ഒരു ചായയൊക്കെ കുടിച്ച് 1-2 നമുക്ക് കുറച്ച് സംസാരിച്ചെല്ലാം കഴിയുമ്പോഴല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കയറി വരുമ്പോഴേക്കും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 5 മണി വരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവും. നിങ്ങൾ 5 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകും. നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാനോ പറയാനോ ഒരു സമയം കിട്ടാതിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരത്തെ ബന്ധപ്പെട്ട് വരണം. പിന്നെ ദൂരത്ത് വരുന്നവർ നിങ്ങൾ ആ ട്രെയിനിന്റെ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ആരാ സംസാരിക്കാനുള്ളത്? ആരും ഒരാൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് അത്ര എളുപ്പമാണ്. ഇല്ല, ശശികലയാണ് പറഞ്ഞു. ശശികല. ശിവകല. സാർ ഞാൻ വരുന്ന കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് സിസ്റ്ററിനെ കൂടെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആ കുട്ടിയുടെ പേര് കൊടുത്തിട്ടില്ല. അപ്പൊ അന്നേരം അതിനെ വിളിച്ചപ്പോ പൈസയുടെ വരുന്നത്. അപ്പൊ സാറ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോ ആ പേരൂടെ തന്ന അതിനെ കൂടി ഒന്ന് അതിനുള്ള പൈസ വരാൻ വേണ്ടിയിട്ട് അതിന് താല്പര്യമുണ്ട്.
യൂട്യൂബ് ഞാൻ സാറിന്റെ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വന്നോളൂ, അപ്പൊ നിങ്ങൾ അതിന് മാനിഫെസ്റ്റ് ചെയ്താൽ മതി, വന്നോളൂ, ഞാനും മാനിഫെസ്റ്റ് ചെയ്യാം. എന്താ പേര് ആ സിസ്റ്ററിന്റെ? സിസ്റ്ററിന്റെ ശ്രീകല. ശശി, ശിവകലയും ശ്രീകലയും. ശ്രീകല. ആ അതെന്തായാലും വന്നിരിക്കുമല്ലോ, ഡൗട്ട് എന്താ? ആ ആ ഒരു ഡൗട്ടിൽ അത് വരാന് തർക്കിക്കുന്നുണ്ട്. അപ്പം ശ്രീകല, ഞാൻ ശ്രീകല പൈസയുടെ കാര്യം. ഇല്ലാതെ ആ പ്രോഗ്രാം ഇല്ല. ശ്രീകല അവിടെ ഉണ്ടാവും, താങ്ക് യു സാർ. ഉണ്ടായിരിക്കും. സാർ അതുപോലെ ആലപ്പുഴയിൽ നിന്നുള്ള എല്ലാവരുടെയും കൂടെ ഇത് എനിക്ക് ആളുകളൊക്കെ എവിടുന്നൊക്കെ ഉള്ളയാന്നുള്ള ചെയ്യാം, അത് ചെയ്യാം, ആലപ്പുഴക്കാരുണ്ട് ഇതിനകത്ത്. അത് പക്ഷെ നമുക്ക് ചെയ്യാം. ട്രെയിൻ, നിങ്ങൾ എല്ലാരും വരുന്ന എവിടൊക്കെയാന്ന് ട്രെയിനൊക്കെ നമ്മൾ അറിയത്തില്ല. ട്രെയിനൊക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യും. നിങ്ങൾ ആലപ്പുഴക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അത് 2-3 ദിവസം കൊണ്ട് റെഡിയാണ്. നിങ്ങൾ പേര് തന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഓ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ സിസ്റ്ററിന്റെ കൊടുത്തില്ല. സിസ്റ്റർ നിങ്ങൾ കൂടെ കൂട്ടിക്കോളും വരുമ്പോ. ഓ അപ്പോഴേക്കും ലിസ്റ്റ് അതിനു ഇപ്പൊ. മുമ്പേ, നമ്മൾ പ്രോഗ്രാമിന് മുമ്പേ സിസ്റ്ററിനെ കൺഫേം ആവും, കുഴപ്പമില്ല, അത് മതി. ആലപ്പുഴക്ക് ഓക്കെ, നമ്മൾ താങ്ക് യു സാർ. ശില്പ ആലപ്പുഴയിലാണ്. ശില്പ നമ്മുടെ കോർഡിനേറ്റർ ആണ്. അപ്പൊ ആ കോർഡിനേറ്റർമാർ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടും. നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. എന്നിട്ട് അവിടുന്ന് വന്നാൽ ആ ഒന്നിച്ച്, കുഴപ്പമില്ല, തീർച്ചയായും. ഓക്കെ, താങ്ക് യു സാർ. യാ, അടുത്ത ഷാജി എന്താ പറയാ വന്നേ? പക്ഷെ അത് എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനും എന്റെ വൈഫും ഉണ്ടാവും. രജിസ്റ്റർ ചെയ്യാൻ എന്ത് പറ്റാത്തെ? ഇപ്പൊ രജിസ്റ്റർ ചെയ്തോ, ഗ്രൂപ്പിൽ കയറിക്കോ. ഓക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ കുഴപ്പമില്ല. അഡ്മിൻ ഒന്ന് ഷാജിയുടെ ലിങ്ക് നമ്പർ ചെയ്തിട്ടുണ്ട്. എഴുതി വെച്ചോ. ഷാജി രജിസ്റ്റർ. ഞാൻ വെച്ച് ഷാജി ഓൾറെഡി രജിസ്റ്റേഡ് ആയിരിക്കുന്നല്ലോ. ഇല്ല സാർ, സമയം കിട്ടില്ല. അതുപോലെ തന്നെ പേയ്മെന്റ് ഇടാൻ പറ്റുന്നില്ല, അതൊരു വലിയ വിഷയമാണ്. ഞാൻ സാറിന്റെ ഗുരുദക്ഷിണ തരാൻ നോക്കിയിട്ട് നടന്നില്ല, എന്തോ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. അതൊന്നും പ്രശ്നമില്ല. ഗുരുദക്ഷിണയൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വന്നോളും, അത് ഒരു വിഷയമല്ല. അതൊക്കെ ഗൂഗിള് സമ്മതിക്കുന്നില്ല. ഗൂഗിൾ സമ്മതിക്കാത്തതാണ് വിഷയം. എന്തോ ഗൂഗിൾ ഞാനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. സാരില്ല, അതൊക്കെ അതിന്റെ സമയത്ത് വന്നോളൂ. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ ഫോം അത് ഫില്ല് ചെയ്യണോ? വേണ്ട. ഇനിയിപ്പോ ഡയറക്റ്റ് നിങ്ങളെ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങളെ പേരും വൈഫിന്റെ പേരും മക്കളെ കൂട്ടുന്നില്ലേ? അയ്യോ, കുഞ്ഞു കുട്ടികളാ, 4 വയസ്സ്. ഹലോ സാർ, ഞാൻ ചാറ്റ് ബോക്സിൽ എന്റെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടുന്ന് വിളിച്ചാൽ പോരെ? ആ എന്നാലും മതി. എല്ലാരും ഗ്രൂപ്പിൽ കയറണേ, വരുന്നവരെല്ലാരും. ഇപ്പൊ ഞാൻ ഇന്ന് അറിയും നിങ്ങൾ എത്ര പേര് വരുന്നുണ്ടെന്ന്. എന്നെ മുങ്ങാൻ പറ്റില്ല. നാളെ യൂട്യൂബ് ഇടുന്നവർക്ക് ഇതേ ലിങ്ക് ഒന്ന് കൊടുത്തേക്കണേ. യൂട്യൂബിൽ കിട്ടിയാൽ ഒരുപാട് ആൾക്കാർ വൈകിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റതിന്. ഷാജി വൈഫിന്റെയും ഷാജിന്റെയും പേരിട്ടാ മതി. നേരത്തെ എങ്ങനെയാണ് സുധീറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്? സുധീർ ആദ്യം തന്നെ സുധീറിന്റെ പേരും സുധീറിന്റെ വൈഫിന്റെ പേരും സുധീറിന്റെ മക്കളെ പേരും എഴുതിയിട്ടു. ഇവരിരുന്ന് തപ്പൽ. ഇതാരാണ് ഈ 3 പേർന്ന് ഒരു പിടി കിട്ടുന്നത്? നമ്പറില്ല, ഒന്നുമില്ല. ഇവിടെ സുധീർ എവിടെ? പിന്നെ എനിക്ക് നോക്കുമ്പോൾ സുധീറിന്റെ വൈഫ് പിള്ളേരെ പേരാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല സുധീർ ഇൻഫോം ചെയ്തു, പക്ഷെ ഇവര് കണ്ടില്ല. പിന്നെ ഞാൻ വിളിച്ച അവരോട് പറഞ്ഞു. ഓക്കെ, സുധീർ എവിടെ സ്ഥലം? ഞാൻ കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണേ. ഒരേ വണ്ടിയിലല്ലേ വരിക? വന്ദേ ഭാരതിൽ വരുമ്പോ ലേറ്റ് ആവില്ല? വന്ദേ ഭാരത് ഇത്ര ലേറ്റ് ആവില്ലേ? നോക്കിയിട്ടില്ല ട്രെയിനിന്റെ ടൈം എന്റെ മുന്നേ ഏതാണുള്ളത്. വന്ദേ ഭാരത് ലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ലേറ്റ് ആവരുത്, സമയം നോക്കണേ. അടുത്ത് വേറെ സംസാരിക്കാം. സാർ, ഞാൻ കോഴിക്കോടാണ്. പുഷ്പ അല്ലേ? ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ടാവും, ലതിക മാഡം. രണ്ടുപേരും ഉണ്ടാവില്ലേ? പ്രസീത ഉണ്ടാവില്ലേ? രണ്ടുപേരും വരുന്നത്. പക്ഷെ സാമ്പത്തികം ഒന്നും ആയിട്ടില്ല സാറ്. അതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ പേര് കൊടുക്ക്. പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ലിങ്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേര് എഴുതുക, മൊബൈൽ നമ്പർ എഴുതണേ. ലിങ്കിൽ കയറിയവർ പേര് മൊബൈൽ നമ്പർ എഴുതി വിടണേ, അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? പേര് മൊബൈൽ നിങ്ങൾ ലിങ്ക് കയറിയിട്ട് പിന്നെ പേര് മൊബൈൽ അവിടെ എഴുതിയിട്ടാ മതി. ഓക്കെ. മറ്റേ വരുന്ന പ്രസീതയോ? പ്രസീത നമ്പറോ? ലതികല്ലേ? ലതിക. ഓക്കെ, അവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ നമ്പർ ഞാൻ വിടും. അവരോട് ആ ലിങ്കിൽ കയറിക്കൊള്ളാൻ പറഞ്ഞാൽ മതി. മണിയൊക്കെ നമ്മൾ എന്ത് പ്രോഗ്രാമിന് വരുന്നത്? മാനിഫെസ്റ്റേഷൻ ആണല്ലേ നമ്മൾ ചെയ്യുന്നത്. എന്താ ഇത്ര ദിവസം ഞാനിവിടെ ഇരുത്തി നിങ്ങളെ പഠിപ്പിച്ച എന്താണ്? മാനിഫെസ്റ്റേഷൻ ആണ്. എല്ലാ ദിവസവും മാനിഫെസ്റ്റേഷൻ പഠിപ്പിച്ചല്ലേ. എന്നിട്ട് നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞതിൽ എല്ലാവർക്കും അർത്ഥമില്ല. കാരണം വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട് എന്ന് തെളിയിക്കേണ്ട സമയമാണ് നിങ്ങളുടേത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത പറയാം. ഞാൻ ഇതിന് ഒരു പ്രത്യേകത പറയുന്നു. നിങ്ങൾ ഈ കോഴ്സിൽ കയറി എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ് നിങ്ങൾ. ഇനി ലൈഫ് ലോങ്ങിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഈ പറഞ്ഞ സൂം സെഷൻസ് ഫ്രീ എന്നതിൽ മാറി പെയ്ഡിലേക്ക് പോകും. പെയ്ഡ് ക്ലാസ്സുകൾ മാത്രമേ. കാരണം സൂം കുറേ കാലം നമുക്ക് പെയ്ഡിൽ കൊണ്ടുപോകാൻ പറ്റില്ല.
ഫ്രീയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് മാത്രം ക്ലാസ് എടുക്കുന്ന അവസ്ഥ വരും. കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് മാത്രം ഞാൻ എല്ലാ ദിവസവും ക്ലാസ് എടുക്കും. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഈ ഓപ്പർച്യൂണിറ്റി ഈ സാധ്യത നിങ്ങൾ നിലനിർത്തണം. ഓക്കെ രമ, അവിടെ ഇട്ടാൽ മതി. രമ ഈ നമ്പർ ഇവിടെ ഇട്ടാൽ അവർ എഴുതി വെക്കില്ല. ആ ഗ്രൂപ്പിൽ കയറിയിട്ട് അതിൽ ഇട്ടാൽ മതി. ഇനി ആർക്കാന്ന് സംസാരിക്കാനുള്ള എങ്ങനെ പോകണം പ്രോഗ്രാം എന്തെങ്കിലും? യെസ്, കൊച്ചിയിലേക്ക് എല്ലാവർക്കും കൊച്ചിയിലേക്ക് സ്വാഗതം. ഞങ്ങള് വെയിറ്റിംഗ് ആണ് സാർ. ശരിക്കും നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർ നിങ്ങൾ അങ്ങോട്ട് വന്ന് കാണാൻ പോവാണ്. നിങ്ങളാണെന്ന് ഞാൻ ആതിഥേയ. തീർച്ചയായിട്ടും ഞാൻ താങ്ക് യു. വേറെ ആരാ? ഞാൻ മാഹിന്ന് എങ്ങനെയാ സാറേ വരിക? മാഹിന്ന് നിങ്ങൾ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ സമയം മാഹിന്ന്. അപ്പൊ കാസർഗോഡ് നിന്ന് ഞാൻ എങ്ങനെ ഈ അബുദാബിന്ന് ഞാൻ എങ്ങനെ വരിക? സാറിന് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് മാഹിയിൽ ഫ്ലൈറ്റ്. ഞാന് രാവിലെ 5:30 ട്രെയിൻ ഉണ്ട്, പക്ഷെ അത് എത്തുമ്പോ 11 ആവും തോന്നുന്നുണ്ട്. ലേറ്റ് ആയി പോകും. അതിന് മുംബൈയില് ട്രെയിന് ഇവിടെ മാഹിന്നുണ്ടോന്ന് അറിയില്ല. എല്ലാ ട്രെയിനും മാഹി വഴിയല്ലേ വരുള്ളൂ, വേറെ വഴിയുണ്ടോ വരാൻ? ആണ്, അങ്ങനെയല്ല. അതിന് പിന്നെ നമുക്ക് ഞാൻ ചോദിച്ചത് എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനുകള് ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിൻ മാഹി വരാതെ പോകുന്ന ട്രെയിനുകൾ ഉണ്ടോ? പക്ഷെ മാഹി നിർത്തില്ലല്ലോ, എല്ലാ ട്രെയിനും നിർത്തില്ലല്ലോ. 5:30 ട്രെയിൻ നിർത്തുന്നതുണ്ട്. അങ്ങനെയല്ലേ? അപ്പൊ മാഹി അല്ലാതെ പിന്നെ തലശ്ശേരി ആണെങ്കിൽ തലശ്ശേരിയിലുണ്ട് വലിയ റെയിൽവേ സ്റ്റേഷൻ. നിർത്തുന്ന തലശ്ശേരിയിലാണ്. അവർ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. അല്ല, തലശ്ശേരി ആണെങ്കിലും തലശ്ശേരി മാഹിയും കുഴപ്പമില്ല, ഒരേ ദൂരാണ്. പക്ഷെ ആ ട്രെയിൻ അല്ലാതെ വേറെ ഏതാ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. അത് ട്രെയിൻ നിങ്ങൾ തന്നെ അന്വേഷിച്ചു. എനിക്കപ്പോ ട്രെയിൻ എന്തായാലും അറിയില്ല. അങ്ങനെയല്ല, ട്രാവലറിൽ പോയിക്കൂടെ? നിങ്ങൾ മാഹി നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ കോഴിക്കോട് നിന്നുള്ള ആൾക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത ട്രെയിൻ കിട്ടും നമുക്ക്. ഡിസ്ട്രിക്ട് നോക്കുമ്പോൾ കോഴിക്കോട് ആളായിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ല, ഒരു ട്രാവലറോ അങ്ങനെ എങ്ങനെ ആക്കിയിട്ട് വന്നൂടാ? കണ്ണൂർ, കോഴിക്കോട്, മാഹി അങ്ങനെ വണ്ടി വന്നൂടാ? ചെലവ് കൂടുതൽ ക്ഷീണിച്ചില്ലേ? ഇതാകുമ്പോ നോക്കട്ടെ, ട്രെയിനൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം സാറേ. അതെ, പ്രസാദും സുധീർ സാറൊക്കെ അതൊന്ന് കോർഡിനേറ്റഡ് ടീം ശില്പ രജിസ്റ്റർ ചെയ്യട്ടെ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത്തോട് കൂടിയിട്ട് കൺഫേം ചെയ്തിട്ട് ബാക്കി നാളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതെ അതെ, അവിടെയാണ്. പ്രസാദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് ബാക്കി കാര്യങ്ങളൊന്ന്. അതന്നെ, നമുക്ക് ഇപ്പം ലിസ്റ്റിന്റെ കുറവാണുള്ളത്. ഹോട്ടലുകാര് നമ്മളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോട്ടലുകാരെ അപ്പൊ നമ്മള് എത്ര പേര് കറക്റ്റ് ആയിട്ട് പങ്കെടുക്കും എന്നുള്ളൊരു ലിസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പില് നമ്മള് ഇന്നലെ അവര് 150 to 300 വരെയുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റും, അതുപോലെ അതിന് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് അവര് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഗ്രൂപ്പിൽ. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമുക്കിട്ടുള്ളത് നമ്മൾ പങ്കെടുക്കുന്ന ആൾക്കാരുടെ, അപ്പൊ ഇന്നും കൂടി നോക്കിയിട്ട് എത്ര പേര് രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്ന് അറിയാം. അപ്പൊ ഇവര് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാര് പരമാവധി രജിസ്റ്റർ ചെയ്യട്ടെ. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ട് എത്ര ആൾക്കാർ വരുന്നുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വണ്ടി സൗകര്യമോ അല്ലെങ്കിൽ ട്രെയിൻ തന്നെ ആയിരിക്കും തോന്നുന്നു ബെറ്റർ, എല്ലാവർക്കും ക്ഷീണമില്ലാതെ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തിരിച്ചു വരാനും അത് നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോഴാ ആൾക്കാരുടെ എണ്ണം നമ്മളെ ജില്ല തിരിച്ചിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ പറയുക. അത് നമുക്ക് ഹോട്ടൽ ഏതാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കൺഫേം ചെയ്യണം. അപ്പൊ ആൾക്കാരുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹോട്ടലുകൾ നമ്മൾ ഇതാക്കണം. അല്ലെങ്കിൽ നമുക്ക് 13-ാം തീയതി നമുക്ക് വേക്കന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോ ഇവര് വേക്കന്റ് ആണ്. നമ്മളിപ്പോ ഗോകുലം പാർക്ക് വേക്കന്റ് ഉണ്ട്. അപ്പൊ അവര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നും കൂടി ഉണ്ട്, നാളെ അറിയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് എല്ലാവരും ഇന്ന് തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നവര് കൺഫേം ആക്കണേ. രമ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. രമ, ഹലോ ശരി, ക്യാമറ വാങ്ങി ജസ്റ്റ് ഓൺ ആക്കുക സാറേ. എന്നിട്ട് പോയി അവിടെ എത്തിയ മരുന്ന് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഓൺ ചെയ്തല്ലോ, കാണട്ടെ. ശരി, എങ്ങനെയുണ്ട്? യെസ്, ശരി, പറയൂ. വീട്ടിലെത്തി അല്ലേ? ബ്ലോക്ക് അതുകൊണ്ടാ. നൈസ് ടു സീ യു ഗ്രേഷ്വലി. ഓക്കെ, നൈസ് ടു സീ. താങ്ക് യു. ബാക്കി കാണാം നമുക്ക്. ഓക്കെ, രമ. ഹലോ സാർ. ജോസഫ് ആയിരുന്നേ.
സാറേ ഒരു മിനിറ്റ് സാറേ, രമയാണ് ആദ്യം സംസാരിക്കട്ടെ. രമ എന്താ ഇല്ല, മണി ഇല്ല എന്ന് പറയണേ? രമ ഒന്ന് വന്നേ. അതെ സാർ, വരാൻ അതെ, പക്ഷേ ഒരു മിനിറ്റ്. നിങ്ങൾ എത്ര ദിവസമായി എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കണം? ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കാശില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് രമയ്ക്കറിയാലോ? അറിയാം സാർ. അപ്പൊ എന്താ പറയണ്ടേ ശരിക്കും? വേണമെന്ന് അല്ലേ? അതല്ലേ പറയണ്ടേ? പിന്നെ എന്തിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിച്ചുകൊണ്ട് രമയ്ക്കോ കേൾക്കുന്ന എനിക്കോ കേട്ട ആർക്കെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട്? ഞാൻ തിരുത്താണേ, ഡോണ്ട് ഫീൽ ബാഡ്. തിരുത്താണ്. നിങ്ങൾ ഇങ്ങനെ തോട്ടുകൾ തിരുത്താത്തടത്തോളം കാര്യമില്ല. ഇത് കേട്ടതുകൊണ്ട് രമയ്ക്കോ എനിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടോ? ഒരു സെക്കൻഡ്, ഇവനൊരു ഒരുപാട്. അപ്പോഴേ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം നമുക്ക് എന്തിനാ പറഞ്ഞുകൊണ്ട് കിട്ടൂ? ഇല്ലല്ലോ. ഞാൻ രമയെ എന്തോ പ്രത്യേകിച്ച് വിളിച്ചതല്ലോ, രമയ്ക്ക് വേണ്ടി പറയണല്ല കേട്ടോ. ഞാൻ രമയെ പറഞ്ഞ എല്ലാവരും മനസ്സിലാക്കണം, ഇങ്ങനെ മാത്രമേ ഇവിടെ ഷിഫ്റ്റിംഗ് നടക്കുള്ളൂ. ഇതാണ് ഇത്രയും ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞത്. ഏറ്റവും എന്റെ ക്ലാസ്സിലെ ഏറ്റവും സൈലന്റ് ആയി ഏറ്റവും നന്നായിട്ടിരിക്കുന്ന ഒരാളാണ് രമ. എല്ലാ ദിവസവും കൃത്യമായിരിക്കുകയും കൃത്യമായി കേൾക്കുകയും ചെയ്തു എന്ന് ഞാൻ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പലപ്പോഴും പറയാറുണ്ട്, രമ എത്ര ഡീസെന്റ് ആയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് അല്ലെ. പെട്ടെന്ന് ആ ഇമോഷൻ വരുമ്പോൾ പറഞ്ഞു എന്റെ കാര്യം കണ്ടോ, ഇത് വേണ്ട, നമുക്കത് മാറ്റിവെക്കാം. കാശ് വരും, മാനിഫെസ്റ്റ് ചെയ്യല്ലേ നമ്മൾ. വരും, എനിക്ക് വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എന്തേ വരാത്ത വരും. ഇതുപോലെ എന്തൊക്കെ ഇപ്പോഴും ആൾക്കാർ വന്നിട്ട് എക്സ്പീരിയൻസ് പറയുന്ന കേട്ടില്ലേ? ശില്പിയൊക്കെ പറഞ്ഞിട്ടില്ലേ, ഒരു ലോട്ടറി അടിച്ചപ്പോൾ എനിക്ക് നിരന്തരം അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്റെ രമയ്ക്ക് അടിച്ചുകൂടായില്ലല്ലോ, സാധ്യതയുണ്ടല്ലോ. അതൊന്നും ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളെ ആലോചിക്കണ്ട കേട്ടോ. തീർച്ചയായും. ഓക്കെ, ഇനി ആർക്കും ആരോ പറഞ്ഞു നേരത്തെ സംസാരിക്കും? ചാക്കോ ജോസഫ് ആണ്. ചാക്കോ സാർ, വെൽക്കം സാർ, വെൽക്കം. എക്സിക്യൂട്ടീവിനോ വന്ദേ ഭാരതിനോ വരാമെന്ന് വിചാരിക്കുവാണ്. ഓ, എക്സിക്യൂട്ടീവ് എന്ന വന്ദേ ഭാരത് വരുമ്പോ എത്ര മണിയാവും? ലേറ്റ് ആവില്ലേ സാറേ? കൊച്ചി എത്തുമ്പോഴേക്കും 11 മണിയാവും. 11 മണിയാവോ? രാവിലത്തെ 7, 9, 11 മണി. എക്സിക്യൂട്ടീവ് അതിന് മുമ്പേ ഇല്ലേ? എക്സിക്യൂട്ടീവിന് തൊട്ട് കുറച്ച് എക്സിക്യൂട്ടീവിനെക്കാളും കടന്ന് വന്ദേ ഭാരത വരിക. അതെ അല്ലെ, കടന്നു വരും അല്ലെ? 11 മണി. ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ച് വരും. ആ യാത്രയും കൂടി നോക്കണ്ടേ? വന്ദേ ഭാരത് മറ്റേതിലൊക്കെ കംഫർട്ട് യാത്ര ആയിക്കോല്ലോ. അതെ, എന്തായാലും ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ടിക്കറ്റ് നോക്കണം. വന്ദേ ഭാരതിന് ടിക്കറ്റ് കിട്ടും. വന്ദേ ഭാരതിന് ടിക്കറ്റ് കിട്ടും. ഇപ്പൊ തന്നെ നാളെ തന്നെ എടുത്തോളൂ. എനിക്ക് നിങ്ങളെല്ലാം കൂടെ കൺഫേം ചെയ്തിട്ട് വേണം എനിക്ക് തലേ ദിവസം വന്ദേ ഭാരത് ടിക്കറ്റ് എടുക്കാം. ഞാൻ ഒരു ദിവസം മുമ്പേ വേണം. നിങ്ങളുടെ ആൾക്കാരനുസരിച്ച് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. കാരണം ഞാനും മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം, എന്നിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ മോളെ ഇവിടെ ഹോട്ടലിൽ ഉണ്ടാവും. വണ്ടിയും വരാനായിട്ട്. ഇൻഫർമേഷൻ അല്ലേ, ഈ മാഹിന്നേ എറണാകുളത്തേക്ക് എപ്പോഴാണ് രാവിലെ നേരത്തെ ട്രെയിൻ? തീർച്ചയായും സാറേ, കാണാം കേട്ടോ. സാറിന് പ്രത്യേകമായിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സുരേന്ദ്രനാണ് സാർ. സുരേന്ദ്രൻ പറയും. സാറേ, ഞാൻ കണ്ണൂരാണ്. സുരേന്ദ്രനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യും. എറണാകുളത്ത് എത്ര മണിക്കാറുണ്ട്? 11 മണിയാവുംല്ലേ സാർ? സുരേന്ദ്രൻ കണ്ണൂര്. സുരേന്ദ്രൻ വീഡിയോ ഓൺ ചെയ്യും പറഞ്ഞു. അതിന്റെ മുന്നേ ഒന്നുമില്ല അല്ലേ സാർ? എത്ര മണിക്ക് സാർ? ഓ, ഓക്കെ. സുരേന്ദ്രൻ പറയൂ സുരേന്ദ്രൻ. പോയോ? ഇല്ല സാറേ, പറയൂ. സുരേന്ദ്രനാണ് സാറേ. പറയൂ. കണ്ണൂരാണ് ഞാൻ. പിന്നെ മലബാറിനോ അല്ലെങ്കിൽ മറ്റേ വരും രാവിലെ 6 മണിക്ക് മുമ്പേ അവിടെ എത്തും, എറണാകുളം. അപ്പോ അതിന് നമുക്ക് ഫ്രഷ് ആകാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് ഹോട്ടലിൽ ഫിക്സ് ചെയ്ത് അവരോട് ചോദിക്കാമല്ലോ. ഹോട്ടലിൽ ഫിക്സ് ചെയ്തിട്ടില്ല, അത് നമുക്ക് അവരോട് ചോദിക്കാം. അതിരാവിലെ എത്തും, 5:45 എറണാകുളത്ത് എത്തും. ഓക്കെ, അത് നിങ്ങൾ വരുന്ന ലിസ്റ്റ് അല്ല, അതെല്ലാം നിങ്ങൾ നമ്മൾ കോർഡിനേഷൻ സെറ്റ് ചെയ്യുമല്ലോ. നമ്മൾ ഗ്രൂപ്പായിട്ട് കോർഡിനേഷൻ പറയുമല്ലോ. അതിനനുസരിച്ച് ചെയ്താലേ പ്രസാദും ടീമും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കോടെ. അതിനുള്ള സൗകര്യം നമുക്ക് ഹോട്ടലിൽ വാങ്ങിക്കാം അവരോട്. ലേഡീസിന് ഒന്ന് ഫ്രഷ് ആവാനുള്ളതും ജെന്റ്സിന് ഫ്രഷ് ആവാനുള്ളതും നമുക്കൊരു സൗകര്യം അവിടെ പറഞ്ഞു മേടിക്കാം. അത് ആവശ്യമാണ് നമുക്ക്. അത് ചെയ്യാം. പേര് ഒറ്റയ്ക്കേ ഉള്ളൂ? ഫാമിലി കൂട്ടുന്നില്ല? ഫാമിലിയിൽ സാർ. ഓക്കെ, ശരി, കുഴപ്പമില്ല.
വേറെ ആരാ? എന്തായി ശൈല? ചുറ്റു ശൈലക്ക് കിട്ടിയോ? ഞാൻ എറണാകുളത്ത് ഏതാ സാർ. ആ സാർ ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കണേ. എന്റെ പേര് രാധാചന്ദ്രൻ. രാജേന്ദ്രൻ. ഓക്കെ. ഞാനപ്പോ ആരെങ്കിലും ഞാൻ ആരെങ്കിലും തലേ ദിവസം ആരെങ്കിലും സ്ത്രീകൾ തന്നെ വരണമെങ്കിൽ 3-4 പേർക്ക് താമസ സൗകര്യം ഞാൻ അവിടെ റെഡിയാക്കാം. തലേ ദിവസം എത്തണം അവർക്ക്. എന്താ വെച്ചാ എന്റെ മോളുടെ ഫ്ലാറ്റ് കലൂരാണ്. പിന്നെ ചേച്ചിയുടെ ഒരു ഫ്ലാറ്റ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 5-8 പേർക്ക് എങ്ങനെയെങ്കിലും എന്തായാലും നമുക്ക് അവിടെ താമസിപ്പിക്കാം തലേ ദിവസം എത്തുകയാണെങ്കിൽ. അപ്പൊ സാർ അതൊന്ന് ആർക്കെങ്കിലും വേണമെന്നൊന്ന് ചോദിച്ചോളൂ. തീർച്ചയായും തീർച്ചയായും. താങ്ക് യു വെരി മച്ച്. ആ വലിയ മനസ്സിന് നന്ദി. നിങ്ങൾ എന്താ പറയാ, വളരെ സന്തോഷം. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധം, ഇങ്ങനെയാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഇങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടാവുക, ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി വലുതാക്കി നമ്മൾ പോവുക. ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള സുമനസ്സുകളെയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള സുമനസ്സുകൾ എല്ലാവരും ഇവിടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാവരും ഇങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് വഴി കാണിക്കുന്നത് ഞാൻ അങ്ങനെ പ്രകടിപ്പിക്കുന്ന എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലെ. അതുകൊണ്ട് മാം വളരെ നന്ദി. എല്ലാവരും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. അപ്പൊ കുറച്ച് ദൂരത്തിൽ വരുന്നവർക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയി. അവിടെ പോയി ബ്രഷ് ചെയ്ത് ക്ലിയർ ആയി. തീർച്ചയായും തീർച്ചയായും. നിങ്ങൾ എന്തായാലും ബന്ധത്തിലുണ്ടാവും. ഇനി ആരാ സംസാരിക്കാനുള്ളത്? ആരാണ്? കേട്ടില്ല. രാധിക പറ. ഹലോ, ഞാനാണ് വിജിലാണ്. വിജിൽ പറ. സർ, ഞാൻ ഉണ്ടാവില്ല. എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് വീട് വിട്ടിട്ട് അങ്ങനെ നിൽക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. കാരണം ഫാദർക്ക് സുഖമില്ലാത്തൊരു കേസാണ്. അപ്പോ അതുകൊണ്ടാണ്. കോഴിക്കോടാണെങ്കിൽ വന്നിട്ട് പോകുന്നതാണെങ്കിൽ ഓക്കെ. രാധിക എന്താ പറയുന്നേ? നമ്മുടെ തലേദിവസം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒന്നിച്ചു പോകാം. അതല്ല, ചെലപ്പോ എന്താ വെച്ചാല് ഹസ്ബൻഡിന് ഒരാഴ്ച തൃശ്ശൂര് വെച്ചൊരു ട്രെയിനിങ് ഉണ്ട്. നിങ്ങളെന്താ മോനെ കൂട്ടാത്തെ? മോന് വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോവാൻ വേണ്ടിട്ട് നിക്കുന്നുണ്ട്. അവർക്കിപ്പോ വെക്കേഷൻ ആണല്ലോ, നവരാത്രിക്ക് 10 ദിവസം വെക്കേഷനാണ്. ഉണ്ട്, ചിലപ്പോ മാറ്റം വരുമായിരിക്കും. ഞാനിങ്ങനെ പറയുന്നുണ്ട്. പിള്ളേർ വിട്ടേക്ക്. നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ ഞാൻ തുടങ്ങുന്ന പിള്ളേർക്കുള്ള ക്ലാസ്സുകൾ മാത്രമാണ്. ഈ ക്ലാസ് സെറ്റ് ചെയ്ത് ഞാൻ പിള്ളേർക്ക് മാത്രം ക്ലാസ് തുടങ്ങുന്നത്. ബിലോ 20 years 25 yearsന് വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാം ചെയ്യുന്നു, പരിപാടി വെക്കുന്നുണ്ട്. അവരുടെ ഒരു സ്റ്റേജിലേക്ക് എനിക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴേ ഞാൻ കുറച്ച് വയസ്സ് കുറയുള്ളൂ. ഇപ്പൊ നിങ്ങളെ കൂടെയൊക്കെ കൂടിയിട്ട് എന്റെ വയസ്സ് കൂടി എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അത് വേണ്ട, ഞാൻ അവരും കൂടെ കൂടാൻ പോയിന് കുറച്ചിട്ടാ. അറിയില്ല, ഞാൻ എത്തിയിട്ട് ഇത് കൺഫേം ആയിട്ട് വേണം ടിക്കറ്റ്. വന്ദേ ഭാരതിന് ടിക്കറ്റ് ആയിരിക്കും എടുക്കാൻ തോന്നുന്നു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. 2:30 മണിക്കല്ലേ? Now it is not community, it is close community. നമ്മള് അതെന്താ വെച്ചാല് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ തിരിച്ചവിടെ തന്നെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തു. കൊച്ചിയിൽ നിന്ന് തിരിച്ച് അബുദാബിയിലേക്കായിരിക്കും. തിരിച്ച് നാട്ടിലേക്ക് പോവില്ല. Under 17 ഞാൻ പോണോ? Under 17 ക്ലാസ്സിലേക്കല്ല ഞാൻ ഇപ്പൊ പോണോ? നോക്കാം നമുക്ക് എന്തായാലും. Under 17 വേറെ ആൾക്കാർ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അപ്പൊ ക്ലാസ് എടുക്കാൻ നിങ്ങൾ പോകണ്ട കേട്ടോ. ക്ലാസ് കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ. പാലക്കാട് കോർഡിനേറ്റർ ആയോ? പാലക്കാട് കോർഡിനേറ്റർ തീരുമാനിച്ചു. പാലക്കാടോ? പാലക്കാട് നമ്മൾ പ്രസാദ്, പാലക്കാടിന് പ്രസാദ് തന്നെയാണല്ലോ ഉത്തരവാദി. പാലക്കാട് കംപ്ലീറ്റ് പ്രസാദ്. ഷാനു സാറ് പാലക്കാട് നിന്നാണ്. അപ്പൊ പാലക്കാട് എന്ന് പറയുകയാണേ. അപ്പൊ അവരൊന്ന് നിങ്ങളത് പരിഗണിക്കണമെന്ന് പറയുകയാണേ. അതെ ഷാനു സാറെ, അതൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാരും സംസാരിച്ചു കഴിഞ്ഞോ? ഹെലൻ മാം
പിന്നെ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യണ കാര്യങ്ങളെല്ലാം. ഞാനിങ്ങനെ എന്നതാ പറയണത്, നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാല്ലോ, ഇതെല്ലാം വാട്സപ്പിലൂടെ നടക്കുമല്ലോ പരിപാടികള്. ഞാൻ മാർച്ചില് സാർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ മൈൻഡില് ഇമേജിൻ ചെയ്ത് ഞാൻ അവിടെ നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചു വിട്ടിരിക്കുന്നു. അതൊക്കെ അത് കുഴപ്പമില്ല. ബാക്കി പരിപാടികളൊക്കെ എല്ലാത്തിനും അംബികച്ചയുടെ നിങ്ങൾ വേണം ഇതിന് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കോർഡിനേറ്റ് ചെയ്യാമല്ലോ. അഡ്മിൻസ് നിങ്ങളെ കോർഡിനേഷൻ ഗ്രൂപ്പിൽ ഹെലനെയും അംബികച്ചയും ഒന്ന് ചേർക്കണേ. അംബികച്ചയുടെ ഞാനുണ്ട്. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല, കാണുന്നില്ല നിങ്ങളെ. കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യണേ നിങ്ങളൊക്കെ. കാസർഗോഡ് വന്നിട്ടാണ് പോകുന്നത്, കൊച്ചിക്ക് ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ 9th വരും. 9th മോർണിംഗ് എത്തും. ടിക്കറ്റ് എന്റെ കൂടെ ഒന്നിച്ചെടുക്കാം. ഇവള് വരില്ലേ? അപർണ വരില്ലേ? അപർണ കൂട്ടിക്കോ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അവിടെ ഉണ്ടായിരുന്നില്ല കസിൻ. ഞാൻ വീണ്ടും വിളിക്കും, നാളെ വിളിക്കാം. ഞാൻ വിളിക്കാം, നാളെ വീണ്ടും വിളിക്കാം. എന്തായി ആ CV അപ്ഡേഷൻസ് ഒക്കെ ചെയ്തപ്പോൾ CV ഒക്കെ അപ്ഡേറ്റ് ചെയ്തോന്ന് ചോദിച്ചില്ലേ? ഞാൻ വിളിക്കാം, നാളെ വിളിക്കാം. നാളെ മറ്റന്നാൾ വിളിക്കാം. അപ്പൊ കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യണം നിങ്ങൾ. ബിന്ദു ഇവിടെ, ബിന്ദു ഹെലൻജി, അതുപോലെ ബിന്ദു നീ നിന്റെ യോഗയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ആരോഗ്യത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ അമ്പിളി കിച്ചൺസ് നിങ്ങൾ പിന്നെ ഒരു വോയിസ് അയച്ചത് ഞാൻ കേട്ടതേ ഉള്ളൂ, ബാക്കി നിങ്ങളനുസരിച്ച് കണ്ടില്ല. അമ്പിളി കിച്ചൺ ഇല്ലേ? ആളെവിടെ ഇല്ല? വേറെ ആർക്കെങ്കിലും എന്താ അഭിപ്രായം പറയാനുള്ള പറഞ്ഞു? ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞു പോണേ. നമുക്ക് സംസാരിക്കാൻ, ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ മാജിക്കിനെ പറ്റി കുറച്ച് നേരം സംസാരിക്കാം. ഉണ്ടോ? അല്ലെങ്കിൽ പൂജ ഹോളിഡേ അല്ലേ, ബിസി ആയിരിക്കും. ടിക്കറ്റ് പെട്ടെന്ന് എടുക്കണം അല്ലേ? അതെ, അവരവരൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ മലബാറിന് ഇപ്പൊ രാത്രി പോകുന്നവരെല്ലാം മലബാറിന് പോയാൽ അവിടെ ഫ്രഷ് ആന്ന്, പിന്നെ രാവിലെ വരെ ഇരിക്കേണ്ട കുറച്ച് സൗകര്യങ്ങളുണ്ട്. അങ്ങോട്ട് നിങ്ങൾക്ക് റൂം പറ്റുന്നില്ലെങ്കിൽ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ AC ഉണ്ടല്ലോ, 1 മണിക്കൂർ 2 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ഹോട്ടൽ അടുത്താണെങ്കിൽ പ്രശ്നമില്ല, രാത്രി തന്നെ അങ്ങോട്ട് പോകുന്ന പോലെയോ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ രാവിലത്തെ ട്രെയിനിന് വരുന്നവരാകുമ്പോൾ ലേറ്റ് ആവും തോന്നുന്നു എനിക്ക്. 11 മണി അങ്ങനെ. ഇപ്പോ ചിലപ്പോ ട്രെയിൻ ലേറ്റ് ആണെങ്കിൽ 12 മണിയെല്ലാം ആവൂലേ? അതെ, അത്യാവശ്യം നമ്മൾ ഹോട്ടലിൽ അത്യാവശ്യം സൗകര്യം ഏർപ്പെടുത്താം. എല്ലാവരും അവിടെ എത്താന്നുള്ള പ്ലാൻ ചെയ്യണം. ഇതിലേക്ക് ഗ്രൂപ്പ് നാളെ തന്നെ അല്ല, ഇപ്പൊ തന്നെ എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ഗ്രൂപ്പ് കേട്ട് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾ കോർഡിനേറ്റേഴ്സ് എത്ര പേരില്ലേ? കോർഡിനേറ്റേഴ്സ് അങ്ങനെ ഓരോ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്ത് എടുത്താൽ മതി. ഓരോ ഭാഗത്തു നിന്നുള്ളവര്, കാസർഗോഡ് നിന്നുള്ളവർ അമ്പേച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കുക, കണ്ണൂരിൽ നിന്നുള്ളവർ ആളുണ്ട്, അങ്ങനെ ഓരോ ഡിസ്ട്രിക്ട് ലെവലിൽ എടുത്തോ. മലപ്പുറത്ത് ആരാളെ? ഇവിടെ മലപ്പുറക്കാരല്ലേ? മലപ്പുറത്ത് ആരുമില്ല. തിരൂർ എന്ന് പറഞ്ഞു. മലപ്പുറത്തുനിന്നായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? നമ്മളെ അഡ്മിൻ മാത്രമേ ഉള്ളൂ മലപ്പുറം. ഞാൻ മലപ്പുറാണ്. അല്ല, നിന്റെ കൂടെ ടീമിൽ മലപ്പുറക്കാർ വേറെ ആരും ഇല്ലേന്ന്? ആരും വന്നിട്ടില്ല മലപ്പുറത്തുനിന്ന്. ഓക്കെ. ബാക്കിയുള്ളവരെന്ത് ബിജി ഒന്നും മിണ്ടാത്ത ബിജി? ബാക്കിയുള്ള വരുന്നവരിൽ ഇന്ന് തന്നെ കൺഫേം ആക്കണം. ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ചേരണേ. ബാക്കിയുള്ളവർ നാളെ കൂടി യൂട്യൂബിൽ കൂടി ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, യൂട്യൂബുകാർക്ക് സംസാരിക്കാം. എല്ലാം കേട്ടിട്ട് പറയാൻ. എല്ലാം കേട്ടിട്ട് പിന്നെന്താ പറയുന്നേ? അപ്പൊ പിന്നെ ബാക്കി ഉണ്ടാവും പറയാനായിട്ട്.
കൃത്യമായി പറയാനുള്ള അഭിപ്രായം പറഞ്ഞു. നിങ്ങളെ വരുന്നുണ്ടോ ഇല്ലയോ, ഞാൻ വരുന്ന ഇത്ര ആളെ കൂട്ടാം ഒക്കെ പറയണ്ടേ? ഞാൻ റീനേച്ചിയ പറഞ്ഞത്. ആ ഓക്കെ ഓക്കെ. കണ്ണൂർ നിങ്ങളെല്ലാം ഒന്നിച്ചുണ്ടാവുമല്ലോ അല്ലെ? കണ്ണൂരുകാർ കുറെ ആൾക്കാരുണ്ടാവും. ആ തലശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്ട് കുറെ ആൾക്കാരുണ്ടാവും അല്ലേ? എല്ലാവരും കൂട്ടിക്കൊള്ളും. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് ഇതിന് ശേഷം ഒരു മെഡിറ്റേഷൻ കൂടി ചെയ്തിട്ട് നമുക്കിന്ന് പിരിയാം അല്ലെ? നാളെ എടുത്താൽ പോരെ ഇന്നത്തെ ക്ലാസ്? ഇന്ന് വേണം? മതി മതി. ക്ലാസ് നാളെ എടുത്താൽ മതി. അതെ. അപ്പോ വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ ബാക്കിയുണ്ടോ? യെസ്, ശില്പ പറഞ്ഞു. സംസാരിക്കാനല്ല, എക്സൈറ്റഡ് ആണ് ആ 13-ാം തീയതിയിലെ ക്ലാസ്സിലേക്ക്. ഞാൻ അങ്ങ് എക്സൈറ്റഡ് ആയിരിക്കും. ശില്പമ്മ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ, ഞാൻ പോകാത്തതിന്റെ എക്സൈറ്റ്മെന്റിൽ. ഐ വിൽ സീ എവറിത്തിങ് ഫ്രം ഹിയർ. ഇല്ല, ഞാന് അന്ന് വേറൊരു ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് വരാത്തവർക്ക് തരുന്നുണ്ട് കേട്ടോ. ഡോണ്ട് വറി. മനസ്സുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഇൻവോൾവ്മെന്റ് ഉള്ളവർക്ക് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്റെ ഫാമിലിയിൽ എന്തോരം ഫംഗ്ഷൻസ് നടന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇത്ര ആഗ്രഹം തോന്നിയിട്ടില്ല. സത്യമായിട്ടും പറയുന്നു. റീന വരുന്നില്ലേ? റീന എന്താ പേര് കൊടുത്തില്ലെന്നല്ലോ? റീന എന്തേ? ഇപ്പൊ ആരോഗ്യസ്ഥിതി നല്ല ശരിയില്ലേ? എനിക്കിപ്പോ വരാൻ പറ്റില്ല സർ. ആരോഗ്യം സമ്മതിക്കില്ല? അതെ. ആരോഗ്യം അല്ലെങ്കിൽ ബാക്കി എന്ത് വിഷയമാണ് നമുക്ക് പരിഹരിക്കാം. ആരോഗ്യത്തിന് നമുക്ക് പ്രതിവിധിയില്ല. സാർ ഇതിന്റെ റെക്കോർഡിംഗ് സെക്ഷൻ ഉണ്ടാവൂലേ? ഇല്ല. അതെയാ, എനിക്ക് മനസ്സിലായി. നീ ഇത് തന്നെ ചോദിക്കുമെന്ന് എനിക്കറിയാം. അല്ല അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്. എനിക്കിത് വരാൻ പറ്റില്ല. അല്ല അങ്ങനെയല്ല, എനിക്ക് അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഫാദറിനെ ഞാനത് തമാശ പറഞ്ഞു. ഞാനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഓക്കെ ഓക്കെ. അല്ല ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് വരണം എന്നുള്ള കാര്യം. ഞാൻ വൈഫിന്റെ അടുത്ത് അടക്കം സംസാരിച്ചു. പക്ഷെ എന്ന് വെച്ചാൽ എന്റെ ഫാദർ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് സ്ട്രോക്ക് വന്നതാണ്. അതിനുശേഷം ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് ബ്രെയിൻ ട്യൂമർ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വന്നു. അപ്പൊ അതിന്റെ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെ റെസ്റ്റിലാണ്. പക്ഷെ ചില സമയത്ത് മൂപ്പർക്ക് സൂയിസൈഡ് ഈ അതുകൊണ്ട് ജയപ്രകാശ് സാറേ, ഞങ്ങളെ കൂടെ പരിഗണിക്കും സാറേ. ഞങ്ങള് UK-ലാണ്. ഒരു രക്ഷയുമില്ല വരാൻ. അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ പരിഗണിക്കും ഞാൻ? എന്നെ UK-യിലേക്ക് അല്ല, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴി എന്നെ UK-യിൽ കൊണ്ടുപോകാം. വെൽക്കം. പോന്നോളൂ. അത് മാത്രമേ നിങ്ങൾക്ക് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും. സാർ എപ്പോ വേണേലും വന്നോളൂ. അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. അങ്ങനെയല്ല മാം, ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. UK-യിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളതിന്റെ അത്രയും മലയാളികളുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ചെയ്യുക. മാം ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് അത്രയും മെമ്പേഴ്സിനെ കൂട്ടിയിട്ട് യു ഹാവ് ടു അറേഞ്ച് ആൻഡ് ഓർഗനൈസ് എ പ്രോഗ്രാം. ദെൻ യു ഹാവ് ടു ഇൻവൈറ്റ് സർ വിത്ത് ദ ടിക്കറ്റ്. ഹി വിൽ കം ദേർ, കണ്ടക്ട് ദ പ്രോഗ്രാം ആൻഡ് കം ബാക്ക്. അതാണ് ചെയ്യേണ്ടത്. നമുക്കുണ്ടാവും. നമ്മളെ കമ്മ്യൂണിറ്റി ലോകത്ത് എല്ലായിടത്തും എത്തും. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയില് ഞാൻ അത് അങ്ങോട്ട് ലിങ്ക് ഞാൻ പറയാൻ പോവാണ് എല്ലാവരോടും. ഒരു 450 മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയില്. ഇപ്പം ഹിന്ദു ആയിട്ട്, പിന്നെ ക്രിസ്ത്യൻസിന്റെ വേറെ, അങ്ങനെ കുറെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ നോക്കട്ടെ, എന്റെ ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞു ഒന്ന് നോക്കട്ടെ സാറിനോട് എത്തിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ആദ്യം എന്റെ യൂട്യൂബിന് ലിങ്കുകൾ കൊടുത്തോളൂ. അപ്പൊ ആൾക്കാർക്ക് അത് ക്ലിക്ക് ആവും. അവിടെ ആൾക്കാർ സ്റ്റക്ക് ഇത് ചെയ്യും. ഞങ്ങക്ക് മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ അന്നേരം അവിടെ സംസാരിപ്പിക്കാം ഹസ്ബൻഡിനെ കൊണ്ട്. അപ്പൊ സാറ് നോക്കട്ടെ. പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോ എന്നെ മറക്കല്ലേ, കൊണ്ടുപോണ്ട, ഓർത്തണ്ടാ മതി. ഇല്ല, 2025 ആകുമ്പോഴത്തേക്ക് സാറിന് ഇവിടെ എത്തിക്കാവോ നോക്കട്ടെ. തീർച്ചയായും ഞാൻ ഓൾവേസ് ചെയ്യാം. താങ്ക് യു യൂണിവേഴ്സ്. നമ്മളുണ്ടാവും. നമ്മളിതൊരു കമ്മ്യൂണിറ്റിയാണ്. നേരത്തെ പറഞ്ഞ ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളിതിങ്ങനെ
വളർത്തി എല്ലാ ഭാഗത്തേക്ക് എത്തണം. ഞാനതിനകത്തൊരു മാത്രമാണ്. നിങ്ങളെല്ലാവരും കൂടി പരസ്പരം കണക്ട് ചെയ്ത് പോകണം. അതിൻ്റെ തുടക്കമാണ് നമ്മൾ വിജയദശമി നാളിൽ തന്നെ. ഞാൻ അതിനു മുമ്പേ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ പ്രസാദവുമായിട്ടായിരിക്കും വരുന്നത്. അപ്പം അത്രയും കൃത്യമായി നമ്മൾ ചെയ്യാണ്ട് എൻ്റെ മനസ്സിലില്ല. കാരണം സരസ്വതിയുടെ ഒരു കടാക്ഷം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഇതിലെ നമുക്കെല്ലാം സരസ്വതിയുടെ കടാക്ഷത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അത് എങ്ങനെ നിങ്ങൾ ഏത് ദേവിനെ അല്ലെങ്കിൽ ഏതിനെ വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓരോ ആളുടെയും ഓരോ രീതികളാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് ഇതില്ല. ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും കയറി വരിക, ഒരു വിഷയമില്ല. ദർ ഇസ് ഓൾ ദ പോസിബിലിറ്റി ദർ. ഓക്കെ, താങ്ക് യു. ഇനി എന്താ ആർക്കും സംസാരിക്കാനുണ്ടോ? അപ്പോൾ എല്ലാവരും കയറിക്കോളൂ. ഗുരുദക്ഷിണ അയക്കാത്തവർ ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അയച്ചാൽ മതി കേട്ടോ. നോ ഇഷ്യൂസ്. കുറച്ച് വന്നിട്ട് ബാക്കി കുറച്ച് ബാക്കിയുള്ളവർ അയച്ചാൽ മതി കേട്ടോ. ചില അയച്ചാൽ രണ്ടുപേരും 2 പ്രാവശ്യമൊക്കെ അയച്ചിട്ട് അങ്ങനെ അയക്കണ്ട. 1 പ്രാവശ്യം അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം അല്ലേ? രാവിലെ ചെയ്യാറുണ്ട്, എന്നാൽ ഇപ്പോഴും ഒന്നുകൂടി ചെയ്യാം. ഞാൻ ഗുരുവിനെ തന്നെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മ്യൂട്ട് ചെയ്യും. നമ്മുടെ ഫാമിലിയിൽ നിന്നല്ലാതെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും? അങ്ങനെയൊന്നും ലിമിറ്റ് ഒന്നുമില്ല മാം. അവർക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള ആളാണെങ്കിൽ ആരെ വേണമെങ്കിൽ കൂട്ടിക്കോളും. അപ്പൊ അവർക്കപ്പം നമുക്ക് 5,000 ആവുമ്പോ അവർക്ക് അതിന്റെ 50. അപ്പൊ അടുത്ത ആള് വരുവാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, ഫാമിലിക്കല്ലേ. ഫാമിലിക്കാണ് അങ്ങനെ. പുറത്തുനിന്നുള്ള ആൾ കൂട്ടുമ്പോൾ അത് ചെയ്യുന്നത് നമ്മൾ ഫാമിലിക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടും അത് നമ്മൾ വ്യത്യാസം വന്നില്ലേ? പിന്നെ നിങ്ങളുടെ ചോയ്സാണ്. ഇതെന്റെ ഫാമിലിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെ ഒരു മാനദണ്ഡമൊന്നും നമ്മളായിട്ട് വെക്കണില്ല. പക്ഷെ അതിന്റെ ഒരു ലോജിക്ക്, നമ്മൾ ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ ലോജിക്ക് അവിടെ കണക്ട് ആവില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഒബ്ജെക്ഷൻ. വരാൻ താല്പര്യമുള്ളവരുണ്ട് ഉണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിട്ട് എടുക്കരുത്. കാരണം വെച്ചാൽ അന്ന് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാ 5,000 റുപ്പീസിന് ഒരു 25 മടങ്ങെങ്കിലും അവർക്ക് ഇതിൽ ബെനിഫിറ്റ് കിട്ടും. അത് ഉറപ്പാണ്. ലോങ് ടൈം വൺ ടൈം കിട്ടിയില്ല. ലോങ് ടൈം പ്രോസസ് എപ്പോഴും മനസ്സിലാക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പരിപാടി ഒരു വൺ ടൈം പ്രോസസ് അല്ല. അത് വൺ ടൈം ആയിട്ട് അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ എളുപ്പം. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ജേണിയാണ്. ആ ജേണിയിലേക്ക് എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും. അതിന് യാതൊരു തർക്കമില്ല. അത് പ്രത്യേകിച്ച് ആലോചിച്ച് അവർ കൂട്ടിട്ട് വരിക. ഓക്കെ, കാരണം വെച്ചാൽ എന്തായാലും നമുക്കതിനന്ന് ഹോട്ടലിൽ ഒരാൾ വന്നാലും 2 ആൾ വന്നാലും എല്ലാം ഒരേപോലെയാണ് ഹോട്ടൽ ബില്ല് കൊടുക്കുക. അതിന്റെ വിഷയം നമുക്ക് ചെയ്താണ്. ഓക്കെ, ദാറ്റ്സ് നോ പ്രോബ്ലം. ശുഭല, യു ട്രൈ ഫോർ യുവർ ബെസ്റ്റ് എനിവേ. ഗുഡ് ഈവനിങ് സാർ. എന്റെ പേര് സുശീല രാജൻ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ എനിക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ ക്യാഷിന്റെ ഒരു പ്രോബ്ലം ആണുള്ളത്. അത് നാളെ നടക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ആരുടെ ഒന്നും എന്നെ ക്യാഷിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നാളെ നടക്കില്ല. ക്യാഷ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ വെച്ചിട്ടുണ്ട്. ക്യാഷ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ സാറേ, 100% ആഗ്രഹിക്കുന്നു. അപ്പൊ നടക്കും, നടന്നിരിക്കും. ഇടുക്കിന്ന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇടുക്കിന്ന് കുറെ പേരുണ്ടല്ലോ. എന്തോ സാറേ? ഇടുക്കിന്ന് കുറെ ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ ദൂരമുണ്ട്. അല്ല, ഇടുക്കിന്ന് കുറെ ആൾക്കാരുണ്ട്. എന്തായാലും ഇടുക്കിന്നായാലും കാസർഗോഡ് ഇത്ര ദൂരം ഇല്ലല്ലോ. പ്രശ്നമല്ല. അല്ല, ഞങ്ങൾക്ക് കാസർഗോഡ് നിന്നുള്ള അത്രയും ദൂരം ഇല്ലല്ലോ ഇടുക്കിന്ന്. പക്ഷെ ഇടുക്കിന്ന് വണ്ടി കുറവാണല്ലോ സാറേ. വണ്ടി കുറവാണ്. അത് സാരമില്ല. അത് കാശ് ആഗ്രഹിച്ചാൽ മതി, നാളെ നടന്നിരിക്കും നിങ്ങൾക്ക്. താങ്ക് യു. ഒരു കാര്യം പറയട്ടെ? ശൈല പറയും. എനിക്ക് ദക്ഷിണ ഇതാണ് ഇടാൻ പറ്റിയത്. അപ്പം 101 രൂപയാണ് ഞാൻ ഇട്ടത്. പക്ഷെ എന്റെ മനസ്സിന്റെ ആഗ്രഹം കുറച്ചും കൂടി കൂടുതൽ ഇടണം എന്നുള്ളതായിരുന്നു.
പക്ഷെ ഇന്ന് പ്രതീക്ഷിക്കാതെ എന്നോ തരേണ്ട ഒരു ക്യാഷ് ഒരാളെ 5000 രൂപ ഇവിടുന്നും കിട്ടേണ്ടതല്ല അത്. തന്നോ? നമ്മളെ വിളിച്ചിട്ട് ഇട്ട് തന്നു. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ മാറ്റിക്കണ്ട, പ്രോഗ്രാമിന്റെ പരിപാടി ബുക്ക് ചെയ്തോളൂ. പിന്നെ അതില്ലാന്ന് അറിഞ്ഞില്ലേ? സാറേ എന്റെ സാഹചര്യം സാർ അറിയാലോ. കണ്ട, എന്നിട്ടും സാഹചര്യം മാറിയില്ലെന്ന് പറയണു. ഇന്നലെ പറഞ്ഞു തന്ന മരുന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തൊണ്ടവേദനക്ക് പറഞ്ഞു തന്ന മരുന്ന് നിങ്ങളല്ലേ എനിക്ക് മെസ്സേജ് അയച്ചത്? ഞാനോ? അല്ലേ? ഇല്ലില്ല. അല്ല, അപ്പൊ മാറി. മറ്റൊരു ശൈലി. ഓക്കെ. മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾ നടന്നിരിക്കും. സാറേ എനിക്ക് റെക്കോർഡഡ് ക്ലാസ് കിട്ടുന്നില്ല. എന്തേ? എനിക്ക് 3-4 ദിവസം കൊണ്ട് കിട്ടുന്നില്ല. സാറിനോട് ഇന്നലെ പറഞ്ഞായിരുന്നു, പറ്റിയില്ലെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ സാർ. ആണോ? കിട്ടിയില്ല. ഓക്കെ, നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. അത് എന്ത് സംഭവിക്കും നാളെ നോക്കാം കേട്ടോ. രാവിലെ ഒരു മെസ്സേജ് അയച്ചേക്കണം എനിക്ക്. അപ്പൊ പൈസ കിട്ടി ശൈലക്ക് അല്ലേ? ഏതായാലും ഗുരു കിട്ടു. ഇരിക്കട്ടെ പൈസ കയ്യിൽ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. മെഡിറ്റേഷന് പോകാം, സമയമായി. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇനിയൊരു ചർച്ചയില്ല നമുക്ക് ഇതിനകത്ത്. ഓടിന് എല്ലാവരും ചേർന്നവരൊക്കെ റെഡി. ഓക്കെ, സാമ്പത്തിക വിജയ ധ്യാനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും സ്വാഭാവികമായും സാമ്പത്തികമായി വളരാനും സമൃദ്ധമായി ജീവിക്കാനും ആഗ്രഹിക്കുന്നു. അതിനാൽ സാമ്പത്തികമായി സ്വാതന്ത്ര്യമാകാനുള്ള മികച്ച വരുമാനം നേടാനുള്ള നിങ്ങളുടെ കഴിവിൽ സംതൃപ്തരാകാനും നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിജയിക്കാൻ ഇഷ്ടപ്പെടുന്നു. വ്യക്തിപരമായ വിജയം സന്തോഷത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് സമൃദ്ധി സ്വീകരിക്കുകയും അത് നമ്മളിലേക്ക് വരാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ്. സമൃദ്ധിയുടെ വികാരം വളർത്തിയെടുക്കുക. ഇതിനകം സമൃദ്ധി കൈവരിച്ചതായി സ്വയം കാണുക. നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നത് കാണുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാൻ ഞാൻ നിങ്ങളെ നയിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സാമ്പത്തിക കാര്യത്തെക്കുറിച്ചുള്ള നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാനാകും. പൂർണ്ണമായി വിശ്രമിക്കുകയും പിരിമുറക്കം ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ആകർഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കോ സൃഷ്ടിയിലേക്കോ നാം നമ്മെ തന്നെ എത്തിക്കുകയാണ്. ഈ അവസ്ഥയാണ് ഉജ്ജ്വലമായ ആശയങ്ങളും ഏറ്റവും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കുന്നത്. കൂടാതെ നിങ്ങൾ കൂടുതൽ ശാന്തനാകാൻ നിങ്ങളെ അനുവദിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവ സ്വീകരിക്കുക എന്നത് മാത്രമാണ്. ഞാൻ 5 മുതൽ 1 വരെ എണ്ണുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഓരോ പൂർണ്ണ ശ്വാസത്തിലും നിങ്ങൾ കൂടുതൽ വിശ്രമിക്കുന്നു. 5. നല്ല പൂർണ്ണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിടുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടുതൽ തോന്നുന്നു. 4. പൂർണ്ണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങൾ ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ പേശികൾക്ക് അയവ് അനുഭവപ്പെടുകയും എല്ലാ പിരിമുറുക്കവും അയയുകയും ചെയ്യുന്നു. 3. സുഖമായും സാവധാനത്തിലും ശ്വസിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സ്വയം കൂടുതൽ വിശ്രമിക്കുക. നിങ്ങൾ ശാന്തനാകുകയാണ്. റിലാക്സ്. 2. പൂർണ്ണ ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവധാനം ശ്വാസം വിടുക.
ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ശാന്തമായിരിക്കുന്നു. യു ആർ റിലാക്സ്ഡ്, റിലാക്സ്ഡ്, റിലാക്സ്ഡ്. 1. ശാന്തമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഒരു നിമിഷം ശ്വാസം പിടിച്ചു നിൽക്കുക. ശ്വാസം പുറത്തു വിടുമ്പോൾ ശരീരത്തിലും മനസ്സിലും പൂർണ്ണമായ വിശ്രമം വ്യക്തമാകുന്നു. വെരി ഗുഡ്. നിങ്ങൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ സാവധാനം മെഡിറ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ മാത്രമുള്ള ഒരു ശാന്തമായ നദീതീരത്ത് നിങ്ങൾ നിങ്ങളെ മാത്രം ചിന്തിച്ച് ധ്യാനത്തിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ ഈ പോസിറ്റീവ് നിർദ്ദേശങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുക. അവയിൽ ഏതെങ്കിലും ഒരു നല്ല അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. സമൃദ്ധി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സാമ്പത്തികമായി സ്വതന്ത്രമാകാൻ ഞാൻ അർഹനാണ്. എനിക്കായി സമ്പത്തും വിജയവും സൃഷ്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ വഴിയിലൂടെ പണം എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ പണം സമ്പാദിക്കാൻ ഞാൻ യോഗ്യനാണ്. എന്റെ ജീവിതത്തിൽ വരുമാനത്തിന്റെയും സമ്പത്തിന്റെയും പരിധിയില്ലാത്ത സ്രോതസ്സുകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പണവും ആത്മീയതയും യോജിച്ച് നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നു. പണത്തെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും സങ്കല്പങ്ങളും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. പണം എളുപ്പത്തിലും അനായാസേനയായും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു.
എന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും മെച്ചപ്പെടുത്താൻ ഞാൻ എന്റെ സാമ്പത്തിക സമൃദ്ധി ഉപയോഗിക്കുന്നു. സമ്പത്ത് എന്റെ ജീവിതത്തിലേക്ക് നിരന്തരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായ അഭിവൃദ്ധി ഞാൻ അതിലൂടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വലിയ തുകകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ധാരാളം പണമുള്ളതിനാൽ ഞാൻ സന്തോഷത്തിലാണ്. എനിക്ക് വലിയ വിജയം അനായാസേനയായി കൃപയോടെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. എന്റെ ജീവിതം സാമ്പത്തിക സമൃദ്ധി നിറഞ്ഞതാണ്. ഞാൻ സാമ്പത്തിക സമൃദ്ധി ഉൾക്കൊള്ളുന്നു. എന്റെ ജീവിതത്തിലേക്ക് പണം അനായാസേന ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സാമ്പത്തിക സമൃദ്ധി എന്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ തുറന്നതും അതിന് തയ്യാറുമാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക സമൃദ്ധി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സാമ്പത്തിക സമൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക സമൃദ്ധി ഇവിടെയുണ്ട്. ഞാൻ അതിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നു. സാമ്പത്തിക സമൃദ്ധി എന്റെ ജന്മാവകാശമാണ്. ഞാൻ പണത്തെ അതിയായി സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന പണത്തിന് ഞാൻ ഇന്നും നന്ദിയുള്ളവനാണ്. പണത്തിന് ഞാൻ നന്ദിയുള്ളവരാണ്. പണം എന്റെ കൈകളിൽ ഉണ്ടായിരിക്കുന്നതിനാൽ ഞാൻ നന്ദിയുള്ളവരാണ്. കാരണം ഞാനത് മികച്ചതാക്കാൻ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ പണത്തിന്റെ കാന്തമാണ്. ഞാൻ പണത്തിന്റെ കാന്തമാണ്. ആസേനയായും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും മെച്ചപ്പെടുത്താൻ ഞാൻ എന്റെ സാമ്പത്തിക സമൃദ്ധി ഉപയോഗിക്കുന്നു. സമ്പത്ത് എന്റെ ജീവിതത്തിലേക്ക് നിരന്തരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായ അഭിവൃദ്ധി ഞാൻ അതിലൂടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വലിയ തുകകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ധാരാളം പണമുള്ളതിനാൽ ഞാൻ സന്തോഷത്തിലാണ്. എനിക്ക് വലിയ വിജയം അനായാസേനയായി കൃപയോടെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. എന്റെ ജീവിതം സാമ്പത്തിക സമൃദ്ധി നിറഞ്ഞതാണ്. ഞാൻ സാമ്പത്തിക സമൃദ്ധി ഉൾക്കൊള്ളുന്നു. എന്റെ ജീവിതത്തിലേക്ക് പണം അനായാസേന ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സാമ്പത്തിക സമൃദ്ധി എന്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ തുറന്നതും അതിന് തയ്യാറുമാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക സമൃദ്ധി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സാമ്പത്തിക സമൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക സമൃദ്ധി ഇവിടെയുണ്ട്. ഞാൻ അതിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നു. സാമ്പത്തിക സമൃദ്ധി എന്റെ ജന്മാവകാശമാണ്. ഞാൻ പണത്തെ അതിയായി സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന പണത്തിന് ഞാൻ ഇന്നും നന്ദിയുള്ളവനാണ്. പണത്തിന് ഞാൻ നന്ദിയുള്ളവരാണ്. പണം എന്റെ കൈകളിൽ ഉണ്ടായിരിക്കുന്നതിനാൽ ഞാൻ നന്ദിയുള്ളവരാണ്. കാരണം ഞാനത് മികച്ചതാക്കാൻ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ പണത്തിന്റെ കാന്തമാണ്. ഞാൻ പണത്തിന്റെ കാന്തമാണ്.
നിങ്ങളുടെ മനസ്സ് കൂടുതൽ ജാഗരൂകരാകുന്നു. 3. നിങ്ങൾ പഠിച്ച എല്ലാ നല്ല നിർദ്ദേശങ്ങളും നിങ്ങൾക്കൊപ്പം പോകുന്നു. 4. നിങ്ങൾക്ക് കൂടുതൽ ഉണർന്നിരിക്കുന്നതും ഉണർവും തോന്നി തുടങ്ങുന്നു. 5. നിങ്ങൾ കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങേയറ്റം ഉന്മേഷവും സമൃദ്ധിയും നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. ഇനി കൈകൾ രണ്ടും കൂട്ടിത്തിരുമി ഒരു ചെറു ചൂടോടുകൂടി നിങ്ങളുടെ കണ്ണിന് മുകളിലേക്ക് വെച്ച് സാവധാനം തിരിച്ചു വരിക. നിങ്ങൾക്ക് എന്നും സാമ്പത്തിക സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവരും ഉറക്കത്തിലേക്ക്. നമ്മുടെ മോൾക്ക് ഒരു വിഷ്. ശില്പയുടെ മകൾക്ക് നാളെ എക്സാം നാളെയല്ല, മൺഡേ എക്സാം തുടങ്ങുകയാണ്. അപ്പൊ അവൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശീർവാദവും നൽകുന്നു. മോള്